ഹായ് ഫ്രണ്ട്സ്, ട്രിവാൻഡ്രം കാവിൻപുറത്ത് ഒരു 3 ബെഡ്റൂമുള്ള ഒരു വീടാണ് ഇന്ന് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് നമുക്ക് 3 സെൻറ്റിൽ 1550 സ്ക്വയർ ഫീറ്റിലാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. നമുക്ക് ഈ വീട് വരുന്നത് നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നാണെങ്കിൽ നമുക്കൊരു 12 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു ലൊക്കേഷനിലെത്താം. നമ്മുടെ പുളിയറക്കുണം കാവിൻപുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമുക്ക് പുളിയറക്കുണം ഏഷ്യൻ സ്റ്റുഡിയോ കോംപ്ലക്സിൻ്റെ ഒക്കെ അടുത്താണ്. നമുക്ക് വട്ടിയൂർക്കാവിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ എത്തും. നമുക്ക് ഇത് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 100 മീറ്റർ നമുക്ക് ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റും. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുപാട് തന്നെ റെസിഡൻഷ്യൽ ഏരിയ ഉണ്ടോ, വേറെയും ധാരാളം വീടുകൾ കാണാൻ സാധിക്കും. അതെല്ലാം സോൾഡ് ഔട്ട് ആയാണ് നമുക്ക് ഈ ഒരു വീടിലാണ് നമുക്കിവിടെ ഉള്ളത്. നമുക്ക് ഈ ഫ്രണ്ടിൽ കണ്ടോ ഫുള്ള് ടാർ ചെയ്തതാണ് നമുക്ക് റോഡ് വരുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു കാർ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട്. കയറി വരുമ്പോൾ നമുക്കിവിടെ സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ആയിട്ടാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. തറ ഫുള്ളും തന്നെ നമുക്ക് കണ്ടോ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ നമുക്കൊരു കാർ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ വീടിന് പൈപ്പ് കണക്ഷനാണ് നമുക്കുള്ളത്. ഇതാണ് നമുക്കിവിടെ സിറ്റ് ഔട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് 12x4 ഡയമെൻഷനിലുള്ള സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇതാണ് നമുക്ക് ഫ്രണ്ട് എൻട്രൻസ് ഡോർ വരുന്നത്. ഫുള്ള് തന്നെ പ്ലാവിൽ ചെയ്തിട്ടുള്ള ഒരു ഡോറാണ്. നമുക്ക് കട്ടള വരുന്ന ടൈപ്പാണ് നമുക്ക് ഈ ഒരു ഡോർ വരുന്നത്. നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കാണാം. നമ്മൾ വീടിൻ്റെ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇതാണ് നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത്. 16x12 ഡയമെൻഷനിലാണ് നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത്. കണ്ടോ നല്ല വിശാലമായിട്ടുള്ളതാണ്. നമുക്ക് ഇവിടെ തറയിലെ ടൈലുണ്ട്, ഈ ഒരു പാറ്റേൺ ആണ്. പിന്നെ നമുക്കിവിടെ വലിയ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ നമുക്കിവിടെ പ്രൊഫൈൽ ഫാൻ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റിങ്ങും വേണം നമുക്കിവിടെ സീലിംഗിൽ വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ TV യൂണിറ്റ്. ഉണ്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള TV വരെ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ നോക്കാം. ഈ ഭാഗത്താണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. ഈ ഒരു ഡൈനിങ് ഏരിയ നമുക്ക് 12x12 ഡയമെൻഷനിലാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ അറേഞ്ച് ആക്കിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ബാക്ക് സൈഡിൽ PVC പാനലിൽ ഒരു പാറ്റേൺ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഇവിടെ ആയിട്ട് ഒരു മിറർ വരുന്നുണ്ട്. കണ്ടോ മിറർ വരുന്നുണ്ട്, സിങ്ക്, ബാക്കി താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് എല്ലാ സംഭവവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്കിവിടെ അറേഞ്ച് ആക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ വരുന്നതുണ്ടോ. അപ്പോൾ നമുക്ക് ഒരു പാർട്ടീഷൻ പോലെ കണ്ടോ ബോർഡ് വർക്ക് നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് താഴെ ഗ്രിപ്പിംഗ് ടൈൽ ഇവിടെ തറയിൽ വരുന്നുണ്ട്. ബാക്കി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് മോഡൽ ഫുള്ള് തന്നെ ലാമിനേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് 10x10 ഡയമെൻഷനാണ് നമുക്ക് ഇവിടുത്തെ കിച്ചൺ വരുന്നത്. മുകളിൽ നമുക്ക് സീലിംഗ് ഉണ്ട്, പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റിങ്ങാണ് നമ്മുടെ സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു സിങ്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ പുറകുവശത്തായിട്ടാണ് ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട്. ഇതാണ് നമുക്കിവിടുത്തെ വർക്ക് ഏരിയ വരുന്നത്. ഫുള്ള് കവേർഡ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ബാക്ക് സൈഡിൽ നമുക്കിവിടെ പുറത്തിറങ്ങിയാൽ നമുക്കിവിടെ നനകല്ലും പൈപ്പ് കണക്ഷനൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റും. ഫുള്ള് ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സേഫാണ്. ഇതിൻ്റെ അകത്ത് മഴയൊന്നും നനയത്തില്ല, കവേർഡായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീട്ടിൽ ഒരു ബെഡ്റൂമാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. ഈ ഭാഗത്താണ് നമുക്ക് ഈ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 12x10 ഡയമെൻഷനിലാണ് നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. 2 വിൻഡോ ഉണ്ട്, 2 ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ മുകളിൽ നമുക്ക് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുമാണ് സീലിങ്ങിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ വാർഡ്രോബ് ഉണ്ട്, ഈ ഭാഗത്താണ് വാർഡ്രോബ് വരുന്നത്. ഒരു 2 ഡോർ ടൈപ്പും നടുക്ക് ഒരു മിററുമായിട്ടാണ് നമുക്കിവിടെ വാർഡ്രോബ് അറേഞ്ച് ആക്കിയിട്ടുള്ളത്. കണ്ടോ ഇങ്ങനെയാണ് നമുക്കിവിടെ സെറ്റ് ആക്കിയിട്ടുള്ളത്. പിന്നെ PVC ഡോറാണ് നമുക്കിവിടെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. കണ്ടോ പിന്നെ ഒരു മിറർ, സിങ്ക് എല്ലാ സംഭവം കൊടുത്തിട്ടുണ്ട്. അകത്ത് വരുമ്പോൾ നമുക്ക് ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ ആണ് നമുക്ക് ഇവിടുത്തെ ടൈലിംഗ് എല്ലാം വരുന്നത്. മിറർ, സിങ്ക്, പിന്നെ ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ച കയറി കാണാം. നമുക്ക് ഈ ഒരു സ്റ്റെയർ ആണ് പോകുന്നത്. മുകളിലോട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. മുകളിൽ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് അവിടെ പർഗോള ടേക്ക് സംഭവം ചെയ്തിട്ടുണ്ട്. അവിടെ നല്ല ലൈറ്റിങ് കിട്ടാനാണ്. പിന്നെ നമുക്ക് മുകളിലോട്ട് കയറുമ്പോൾ ഈ സൈഡിലെ ഹാൻഡിൽസ് ഫുള്ള് തന്നെ വുഡിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു വുഡൻ ഹാൻഡിൽസാണ് നമുക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ അപ്പോൾ നല്ല പോളിഷൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ കയറി കാണാം. ഇവിടെ ചുമരിലുണ്ട് ഈ ഒരു പാറ്റേണാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി മുകളിൽ പോയിട്ട് ബാക്കി 2 ബെഡ്റൂമിൻ്റെ കാഴ്ചയും കൂടെ കാണാം. അപ്പോൾ നമ്മൾ മുകളിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു ലിവിങ് ഏരിയ ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. 2 ബെഡ്റൂം ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ട് ഒരു മേശ പോലെ സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ലിവിങ് ഏരിയ 16x14 ഡയമെൻഷനിലാണ് നമുക്കിവിടുത്തെ ഈ ഒരു ലിവിങ് ഏരിയ വരുന്നത്. ഇവിടെ ആയിട്ട് ചെറിയൊരു TV യൂണിറ്റിൻ്റെ ഒരു ആക്സസ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ പിന്നെ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റൊക്കെ തന്നെയാണ് നമുക്കിവിടെ സീലിങ്ങിലെല്ലാം വരുന്നത്. കണ്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്കിവിടുത്തെ ഏരിയ വരുന്നത്. ഇനി നമുക്കിവിടെ 2 ബെഡ്റൂം വരുന്നുണ്ട്. ഈ ഭാഗത്ത് ഒരു ബെഡ്റൂം, തൊട്ടിപ്പുറത്ത് അതാണ്ട് ഇവിടെയും ഒരു ബെഡ്റൂം, അങ്ങനെ 2 ബെഡ്റൂമും വരുന്നുണ്ട്. നമുക്ക് ആദ്യം ഈ ഒരു ബെഡ്റൂം നോക്കാം. അപ്പോൾ 12x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. മുകളിൽ നമുക്ക് സ്പോട്ട് ലൈറ്റും
സ്ട്രിപ്പ് ലൈറ്റുമാണ് സീലിങ്ങിൽ വരുന്നത്. പിന്നെ സൈഡിൽ ഇത് അവിടെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മൾട്ടി വുഡിൽ നമുക്ക് ലാമിനേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ബോർഡ് വരുന്നത്. ഒരു വുഡൻ തീമാണ് വരുന്നത്. നടുക്കൊരു മിറർ വരുന്നുണ്ട്. താഴെ ബോട്ടം ടൈപ്പ് ആയതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ടോപ്പ് ടു ബോട്ടം നമ്മൾ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ സൈഡിലാണ് വരുന്നത്. PVC ഡോറാണ് നമുക്കിവിടെ വരുന്നത്. അകത്ത് വരുമ്പോൾ ഗ്രിപ്പിംഗ് ടൈൽ ഇട്ടിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ലാസ്റ്റ് നമുക്കൊരു ബെഡ്റൂം ഈ ഭാഗത്താണ് ലാസ്റ്റ് ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 12x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെ മുകളിൽ നമുക്ക് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുമാണ് സീലിങ്ങിൽ വരുന്നത്. പിന്നെ 2 വിൻഡോ 2 ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ ഇതാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നുണ്ട്. 2 ഡോർ ടൈപ്പ്, നടുക്കൊരു മിറർ വരുന്നൊരു ടൈപ്പാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോർ തന്നെയാണ് വരുന്നത്. അപ്പോൾ അകത്തോട്ട് വരുമ്പോൾ ഗ്രിപ്പിംഗ് ടൈൽ വരുന്നുണ്ട്. സൈഡിലത്തെ ടൈലെല്ലാം കണ്ടോ ഈ ഒരു പാറ്റേണാണ്. വേറെ ഫിറ്റിങ്സ് കണ്ടോ എല്ലാം ബ്രാൻഡഡ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഇവിടുത്തെ ഫിറ്റിങ്സ് എല്ലാം വരുന്നത്. എല്ലാ സജ്ജീകരണങ്ങളും നമുക്ക് ഇതിൻ്റെ അകത്തും കാണാൻ പറ്റും. ഇവിടുത്തെ ബാൽക്കണിയാണ് കാണേണ്ടത്. ഈ ഭാഗത്താണ് ബാൽക്കണി വരുന്നത്. 14x4 ഡയമെൻഷനിലാണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി സെറ്റാക്കിയിട്ടുള്ളത്. അപ്പം ഇത്രയും സ്പേസ് നമുക്കിവിടെ ബാൽക്കണിക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റീൽ ഹാൻഡിൽസ് ആണ് നമുക്കിവിടെ സൈഡിൽ വരുന്നത്. തൊട്ടപ്പുറത്തൊക്കെ തന്നെ കണ്ടോ റെസിഡൻഷ്യൽ ഏരിയയാണ്, വേറെ വീട് കാണാൻ സാധിക്കും. ഫ്രണ്ട് കണ്ടോ ടാറിട്ട റോഡ് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നല്ലൊരു പ്ലേസിലാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് നമുക്ക് 65 ലക്ഷമാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ഹോം ലോണിനാണ് വീട് എടുക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഹോം ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും വീട് വാങ്ങിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് 50 ലക്ഷത്തിന് താഴെയോ അല്ലെങ്കിൽ അതിന് മുകളിലോട്ടോ അല്ലെങ്കിൽ 1 കോടിക്ക് പുറത്തോട്ടുള്ള വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീടിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ കടന്നു വരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും ബൈ.